ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമ ജയ. ശ്രീരാമ രാമ രാമ സീതാ രാമ. ശ്രീരാമ രാമ രാമ ലോക ജയ. ശ്രീരാമ രാമ 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 ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവ രാമ ശ്രീരാമ രമാ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. ശ്രീരാമനാമം പെണ്ണേ ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ. ശാരിക താനും വന്ദിച്ചു വന്ദ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ ഞാൻ. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ. അധ്യാത്മരാമായണം കിഷ്കിന്ധകാണ്ഡം. ലക്ഷ്മണന്റെ പുറപ്പാട്. അഗ്രജന്നാജ്ഞയാ സൗമിത്രിസത്വരം സുഗ്രീവരാജം പ്രതി നടന്നിടിനാൻ. കിഷ്കിന്ധയോടും ദഹിച്ചു പോമി മർക്കട ജാതികളെന്നു തോന്നും വണ്ണം. വിജ്ഞാനമൂർത്തി സർവജ്ഞൻ അനാകുലൻ. അജ്ഞാനിയായുള്ള മനുഷ്യനെ പോലെ ദുഃഖ സുഖാദികൾ കൈക്കൊണ്ടു വർത്തിച്ചു ദുർകൃത ശാന്തി ലോകത്തിനുണ്ടാക്കൂ. മുന്നം ദശരഥൻ ചെയ്ത തന്നുടെ സിദ്ധി വരുത്തിക്കൊടുപ്പാനും പങ്കജ സമ്പാദികൾക്കുണ്ടായ സങ്കടം തീർത്തു രക്ഷ കൊടുപ്പാനും മാനുഷവേഷം ആനന്ദമൂർത്തി ജഗന്മയനീശ്വരൻ. നാനാജനങ്ങളും മായയാ മോഹിച്ചു മാനസമജ്ഞാന സംയുതമാകയാൽ മോക്ഷം വരുത്തുന്നതെങ്ങനെ ഞാനെന്നു സാക്ഷാൽ മഹാവിഷ്ണു ചിന്തിച്ചു കൽപ്പിച്ചു. സർവജഗന്മയനാശിനിയാകിയ ദിവ്യകഥയെ പ്രസിദ്ധയാക്കൂ യഥാ. രാമനായി മാനുഷ വ്യാപാരജാതയാം രാമായണാനന്ദദായിനിയും സൽക്കഥാമി പ്രപഞ്ചത്തിലൊക്കവേ വിഖ്യാതക്കുവാനാനന്ദപുരുഷൻ. ക്രോധവും മോഹവും കാമവും രാഗവും ഖേദാദിയും വ്യവഹാരാർത്ഥസിദ്ധയേ തത്തൽ ക്രിയാകാലദേശോചിതം നിജ ചിത്തെ പരിഗ്രഹിച്ചിടിനാനീശ്വരൻ. സത്വാദികളാം ഗുണങ്ങളിൽ താനനുരക്തനെ പോലെ ഭവിക്കുന്നു നിർഗുണൻ. വിജ്ഞാനമൂർത്തിയാം സാക്ഷി സുഖാത്മകൻ വിജ്ഞാനശക്തി മാനവ്യക്തനദ്വയൻ. കാമാദികളാലവിലിപ്തനവ്യയൻ. വ്യോമമദ്വ്യാനന്ദനാമയൻ. ദിവ്യമുനീശ്വരന്മാർ സനകാദികൾ സർവാത്മകനെ ചിലരറിഞ്ഞിടുവോർ. നിർമ്മലൻ ആത്മാക്കളായുള്ള ഭക്തന്മാർക്കു സമ്യക് ഉണ്ടാമെന്നു ചൊല്ലുന്നു. ഭക്തചിത്താനുസാരേണ
സഞ്ജായതേ മുക്തിപ്രദൻ മുനി വൃന്ദനിഷേവിതൻ കിഷ്കിന്ധയാം നഗരാന്തികം പ്രാപിച്ചു ലക്ഷ്മണനും ചെറുഞാണൊലിട്ടിതു. മർക്കടന്മാരവനെ കണ്ടു പേടിച്ചു ചക്രു കിലുകില ശബ്ദം പരവശാൽ വപ്രോപരി പാഞ്ഞു കല്ലും മരങ്ങളും വിഭ്രമത്തോടു കയ്യിൽ പിടിച്ചേവരും പേടിച്ചു മൂത്രമലങ്ങൾ വിസർജിച്ചു ചാടി തുടങ്ങിനാരങ്ങുമിങ്ങും ദ്രുതം. മർക്കട ഒക്കെയൊടുക്കുവാൻ ഉൾക്കാമ്പിലഭ്യുദ്യതനായ സൗമിത്രി വില്ലും കുഴിയെ കുലച്ചു വലിച്ചിതു. വല്ലാതെയായിതു. ആയതറിഞ്ഞത തൽക്ഷണമംഗതനോടി വന്നിടിനാൻ. ശാഖാമൃഗങ്ങളെ ആട്ടിക്കളഞ്ഞു താനേകനായി ചെന്നു നമസ്കരിച്ചിടിനാൻ. പ്രീതനായ ആശ്ലേഷവും ചെയ്തവനോടു ജാതമോദം സുമിത്രാത്മജൻ ചൊല്ലിനാൻ. ഗച്ഛവത്സത്വം എന്നെ കണ്ടു ചൊല്ലി ചെയ്ത കാര്യം പിഴയ്ക്കുമെന്നാശു നീ. ഇച്ഛയായുള്ളതോ ചെയ്ത മിത്രത്തെ വഞ്ചിച്ചാൽ അനർത്ഥമവിളംബിതം വരും. അഗ്രജനോടരുൾ ചെയ്തു നിഗ്രഹിച്ചിടുവാൻ സുഗ്രീവനീക്ഷണാൽ അഗ്രജമാർഗം ഗമിക്കണമെന്നുണ്ടോ. സുഗ്രീവൻ ഉൾക്കാമ്പിൽ എങ്കിലതേ വരൂ എന്നരുൾ ചെയ്തു ചെന്നു പറകേന്നു. ചൊന്നതു കേട്ടൊരു ബാലിതനയനും തന്നുള്ളിലുണ്ടായ ഭീതിയോടും അവൻ ചെന്നു സുഗ്രീവനെ വന്ദിച്ചു ചൊല്ലിനാൻ. ലക്ഷ്മണൻ വന്നിതാ നിൽക്കുന്നു. ഗോപരി പുറത്തു ഭാഗത്തിനെ കാപേയ ഭാവം കളഞ്ഞു വന്നിക്ക ചെന്നാപത്തതല്ലായിലുണ്ടായി വരും ദൃഢം. സന്ത്രസ്തനായ സുഗ്രീവൻ അതു കേട്ടു മന്ത്രിപ്രവരന മാരുതി തന്നോടു ചിന്തിച്ചു ചൊല്ലിനാനങ്കതനോടു കൂടന്തികെ ചെന്നു വന്ദിക്ക സൗമിത്രിയെ സാന്ത്വനം ചെയ്തു കൂട്ടിക്കൊണ്ടു പോരിക. ശാന്തനായൊരു സുമിത്രാതനയനെ മാരുതിയെ പറഞ്ഞേവമയച്ചത. താരയോട് അർക്കാത്മജൻ പറഞ്ഞിടിനാൻ. താരാധിപാനനെ പോകണമാശു നീ. താരേ മനോഹര ലക്ഷ്മണൻ തന്നെ ചാരത്തു ചെന്നു കോപത്തെ സാരവാക്യങ്ങളാൽ പിന്നെ നീ കൂട്ടിക്കൊണ്ടിങ്ങു പോന്നെന്നെയും വേഗേന. കാട്ടിക്കലുഷത്തെയും നീക്കണം. ഇത്തമർക്കാത്മജൻ വാക്കുകൾ കേട്ടവൾ മധ്യകക്ഷ്യാം പ്രവേശിച്ചു നിന്നിടിനാൾ. താരാതനയനും മാരുതിയും കൂടി ശ്രീരാമസോദരൻ തന്നെ വണങ്ങിനാർ. കുശല പ്രശ്നങ്ങളും ചെയ്തു സൗമിത്രിയോടഞ്ജനാനന്ദനൻ ചൊല്ലിനാൻ. എന്തു പറഞ്ഞു ഭാഗ്യ നിന്നരുളുവാനന്ദമാറെഴുന്നള്ളണം. രാജധാരങ്ങളെയും രാജാവ് സുഗ്രീവനെയും കണ്ടു. അനന്തരം നാഥനെ കണ്ടു വണങ്ങിയാൽ സാധ്യമെല്ലാം ദ്രുതം. യുദ്ധം പറഞ്ഞു കയ്യും പശു സൗമിത്രിയോടും മന്ദമന്ദം നടന്നിതു. യൂതമരുവീടും മണിമയ സൗധങ്ങളും പുരീശോഭ കണ്ടുകൊണ്ടാനന്ദമുൾക്കൊണ്ടു മധ്യകക്ഷ്യാം ചെന്നു. മാനിച്ചു നേരത്തു കാണായി വന്നു താരേശതുല്യ മുഖിയായ മാനിനി താരാചകൻ മനോമോഹിനി സുന്ദരി.
ആനയായി നിൽക്കുന്നതന്നേരം ലക്ഷ്മണൻ തന്നെ വണങ്ങി വിനീതയായി മന്ദസ്മിതം ചൊന്നാളഹോ തവ മന്ദിരമായിതെന്നറിഞ്ഞില്ലയോ ഭക്തനായത്രയോ മുത്തമനായി തത് കൃത്യനായൊരു കവിയോടിങ്ങനെ കോണ്ടായാൽ അവനെന്തൊരു ഗതി ചാപല്യമേറുമി ജാതികൾക്കൊർക്കണം മർക്കടവീരൻ ബഹുകാലമുണ്ടല്ലോ ദുഃഖമനൂപേടുന്നു ദീനനായി ഇക്കാലമാശോഭിതനാകയാൽ സൗഖ്യം കലർന്നവൻ വാണാനതും വിപരീതമാക്കിയിടായികയാ വേണം ദയാനിധേ ഭക്തപ്രണ ജ്ഞാനാദികന്ധരം തോറും മരുവുന്ന വാനരന്മാരെ വരുത്തുവാനായവൻ 10,000 ദൂതന്മാരെ വിട്ടിതു 10 ദിക്കിന്നും കവികുല പ്രൗഢരും വന്നു നിറഞ്ഞതു കാൺകിവിടെ ഒന്നിനും ദണ്ഡനീയില്ല നിർണയം നക്തഞ്ചരകുലമൊക്കെയൊടുക്കു ശക്തരത്രേ കവിസത്തന്മാരെല്ലാം ത്ര മിത്രാന്വിതനാക്കിയ ഭൃത്യനാം സുഗ്രീവനെ കണ്ടവനുമായി ശ്രീരാമദേവ പാദാംബുജം വന്ദിച്ചു കാര്യവുമാശു സാധിക്കാമറിഞ്ഞാലും താരാവചനമേവം കേട്ടു ലക്ഷ്മണൻ പാരാതെ ചെന്നു സുഗ്രീവനെയും കണ്ടു സത്രപം വിത്രസ്തനായ സുഗ്രീവനും സത്വരമുത്ഥാനവും ചെയ്തു വന്ദിച്ചു മത്തനായി വിഹ്വലിതേക്ഷണനാം കപീസത്തമനെ കണ്ടു കോപേന ലക്ഷ്മണൻ മിത്രാത്മജനോട് ചൊല്ലിനാൻ നീതമൻ തന്നെ മറന്നതെന്തിങ്ങനെ വിത്രാരിപുത്രനെ കൊന്ന ശരമാര്യപുത്രൻ കരസ്ഥിതമെന്നു മറിക നീ അഗ്രജമാർഗം ഗമിക്കയിൽ ആഗ്രഹം സുഗ്രീവനുണ്ടെന്നു നാഥനരുൾ ചെയ്തു ഇത്തരം സൗമിത്രി ചൊന്നതു കേട്ടതിനുത്തരം മാരുത ചൊല്ലിനാൻ ഇത്തമരുൾ ചെയ്വതിനെന്തു കാരണം ഭക്തനേറ്റം പുരുഷോത്തമങ്ങൾ കവി സത്തമന്നോർത്തിൽ സുമിത്രാത്മജനിലും സത്യവും ലംഘിക്കയില്ല കവീശ്വരൻ ഉണർന്നിരിക്കുന്നിതു താമസമെന്നിയെ വാനര വിസ്മൃതനായിടുകയല്ലേതും വിസ്മയമങ്ങാറു കണ്ടില്ലയോ ഭവാൻ വേഗേന നാനാധികന്തരത്തിങ്കൾ നിന്നാഗതന്മാർ വാനരവീരരെ ശ്രീരാമകാര്യമശേഷേണ സാധിക്കൂ മായായമെന്നിയെ വാനര നായകൻ മാരുതി ചൊന്നതു കേട്ടു സൗമിത്രയും ആരുടലച്ചനാ ലഭിക്കും ദശാന്തരെ സുഗ്രീവനർക്ക പാദ്യത്യേന പൂജ ചെയ്തഗ്രഭാഗേ വീണ്ടും വീണ്ടും വണങ്ങിനാൻ ശ്രീരാമദാസോഹമാഹന്ത രാഘവ കാരുണ്യലേശേന രക്ഷിതനദ്യ ഞാൻ ലോകത്രയത്തെ ക്ഷണാർത്ഥമാത്രം കൊണ്ടു രാഘവൻ തന്നെ ജയിക്കുമല്ലോ ബലാൽ സേവാർത്ഥമോർക്കിൽ സഹായമാത്രം ഞങ്ങളെ വരും തന്നിയോഗത്തെ വഹിക്കുന്നു ആർക്കാത്മജന്മൊഴി കേട്ടു സൗമിത്രമുൾക്കാമ്പഴിഞ്ഞവനോട് ചൊല്ലിടിനാൻ ദുഃഖേന ഞാൻ പറഞ്ഞതു മൊക്കെ ക്ഷമിക്ക മഹാഭാഗനല്ലോ നിങ്ങൾ പ്രണയ അധികമുണ്ടാകയാൽ സങ്കടം കൊണ്ടു പറഞ്ഞതു ഞാനെടോ വൈകാതെ പോകവനത്തിനു നാമിനി രാഘവൻ താനേ വസിക്കുന്നതുമെടോ സുഗ്രീവൻ ശ്രീരാമ
അങ്ങനെ തന്നെ പുറപ്പെടുകെങ്കിൽ നാം ഇങ്ങിനി പാർക്കയില്ലെന്നു സുഗ്രീവനും തേരിൽ കരേറി സുമിത്രാത്മജനുമായി ഭേരി മൃദംഗ ശംഖാദിനാദത്തോടും അഞ്ജനാപുത്ര നീലാംഗദാ ദൈത്യരലം അഞ്ജസാ വാനരസേനയോടും തഥാ ചാമരശ്വേതാതപത്ര വ്യജനവാൻ സാമര സൈന്യനാഖണ്ഡലനെ പോലെ രാമൻ തിരുവടിയെ ചെന്നു കാൺമതിൻ ആമോദമോടു നടന്നു കൻ ഗഹ്വരധാരി ശിലാതലേ വാഴുന്ന വിമാനസം ചീരാജിനധരം ശ്യാമം ജടാമകുടോജ്വലം മാനവം രാമം വിശാല വിലോചനം ശാന്തം മൃദുസ്മിത ചാരുമുഖാംബുജം കാന്താവിരഹ സന്തപ്തം മനോഹരം കാന്തം മൃഗപക്ഷി സഞ്ജയ സേവിതം ദാന്തം മുതാ കണ്ടു ദൂരാൽ കപീപരൻ തേരിൽ നിന്നാശു താഴത്തിറങ്ങിയിടിനാൻ വീരനായൊരു സൗമിത്രിയോട് ശ്രീരാമപാദാരവിന്ദാന്തികെ വീണു പൂരിച്ച നമസ്കരിച്ചിടിനാൻ ശ്രീരാമദേവനും വാനരവീരനെ കാരുണ്യമോടു ഗാഠം പുണർന്നിടിനാൻ സൗഖ്യമല്ലി ഭവാൻ എന്നൊരു ചെയ്തുട ഐക്യഭാവേന പിടിച്ചിരുത്തിയിടിനാൻ ആദിത്യമായുള്ള പൂജയും ചെയ്തളവാദിത്യ പ്രീതി തുലോ. സീതാന്വേഷണോദ്യോഗം. ഭക്തിപരവശനായ സുഗ്രീവനും ഭക്തപ്രിയനോടുണർത്തിച്ചതന്നേരം വന്നു നിൽക്കുന്ന കവിത്തെ കനിഞ്ഞൊന്നു തൃക്കൺ പാർത്തരുളേണമാതരാൽ തൃക്കാൽ വേല ചെയ്തിടുവാൻ തക്കൊരു മർക്കടവീരരെ കാണായതൊക്കവേ കുലോജല സംഭവന്മാരിവർ നാനാസരദ്വീപശൈല നിവാസികൾ തുല്യ ശരീരികളേവരോ മൂർവിപ്പതേ കാമരൂപികളെത്രയും ഗർഭം കലർന്ന നിശാചരന്മാരുടെ ദുർവീര്യമെല്ലാം അടക്കുവാൻ പോന്നവർ ദേവാംശ സംഭവന്മാരിവരാകയാൽ ദേവാദികളെ ഒടുക്കുമവരിനി കേജിൽ ഗജബലന്മാരതിലുണ്ടു താൻ കേജിൽ ദശഗജ ശക്തിയുള്ളോരുണ്ട് കേജിതമിത പരാക്രമമുള്ള കേജിൻ മൃഗേന്ദ്ര സമന്മാരറിഞ്ഞാലും കേജിൻ മഹേന്ദ്ര നീലോൽകൾ കേജിൽ കനേക സമാന ശരീരികൾ കേചന രക്താന്തനേത്രം ധരിച്ചവർ കേചന ദീർഘവാലന്മാരഥാപരേ ശുദ്ധ സങ്കാശ ശരീരികൾ യുദ്ധവൈദഗ്ധ്യമിവരോളമില്ലാർക്കും നിങ്ങളിൽ പങ്കജത്തിൽ ഉറച്ചവൻ ശങ്കയില്ലാതോളമുണ്ടോ മൂലബലദല പക്വാശനന്മാരായി ശീലഗുണമുള്ള വാനരന്മാരിവർ താപകജ്ഞാകാരികളെന്നു നിർണയം ദേവദേവേശ രഘുകുല ഋക്ഷകുലാധിപനായുള്ള ജാമ്പവാൻ പുഷ്കര സംഭവനിവനല്ലോ കോടി വൃന്ദാധിപതി മഹാപതി ഹനുമാനിവനെന്നുടെ മന്ത്രിവരൻ മഹാസത്വപരാക്രമൻ ഗന്ധവാഹനാത്മജനീശംസം നീലൻ ഗജൻ ഗവയൻ ഗവാക്ഷൻ ദീർഘവാലദീപൻ മൈന്ദൻ വിവിധനും കേസരി മാരുതി താതൻ മഹാബലി വീരൻ പ്രമാധി ശരഭേണനും
സൂരൻ സുമുഖൻ രഥിമുഖൻ ദുർമുഖൻ ശ്വേതൻ വലിമുഖനും ഗന്ധമാദനൻ താരൻ വൃഷഭൻ വിനതൻ മമ താരാതനയനും മംഗതനിങ്ങനെ ചൊല്ലുള്ള വാനര വംശരാജാക്കന്മാർ ചൊല്ലുവാനാവതല്ലാതോളമുണ്ടല്ലോ. വേണ്ടുന്നതെന്തെന്നിവരോടൊരു ചെയ്യുക വേണമെന്നാൽ ഇവർ സാധിക്കുമൊക്കവേ. സുഗ്രീവവാക്യമിത്തം കേട്ടു രാഘവൻ സുഗ്രീവനെ പിടിച്ചാലിംഗനം ചെയ്തു. സന്തോഷ നേത്രാംബുജത്തോടു അന്തർഗതമരുൾ ചെയ്തിതു സാദരം. മൽക്കാര് ഗൗരവം നിങ്കലേ നിർണയമുൾക്കാമ്പിലോർത്തു കർത്തവ്യം കുരുഷ്വ നീ. ജാനകി മാർഗണാർത്ഥം നിയോഗിക്ക നീ വാനരവീരരേ നാനാദിശി സഖേ. ശ്രീരാമവാക്യാമൃതം കേട്ടു വാനരവീരന്നയച്ചിതു 4 ദിക്കിങ്കലും. 100,000 കപിവീരന്മാർ ഓരോ ദിശി പടനായകന്മാരോടും. പിന്നെ വിശേഷിച്ചു ദക്ഷിണ ദിക്കിനൻ അത്യുത്തമന്മാർ പലരും പോയി തിരയണം. അങ്കദൻ ജാംബവാൻ മൈന്ദൻ വിഭീതനും തുങ്കൻ നളനും ശരഭൻ സുഷേണനും വാദാത്മജൻ ശ്രീ ഹനുമാനുമായി ചെന്നു ബാധയൊഴിഞ്ഞുടൻ കണ്ടു വന്നിടണം. രാത്രിയെ നീളെ തിരഞ്ഞിങ്ങു 3 നാളിനകത്തു ഇടണം. ഉൽപ്പല പത്രാക്ഷി തന്നെയും കാണാതെ 30 നാൾ കഴിഞ്ഞിതു വരുന്നവൻ. പ്രാണാന്തികം ദണ്ഡമാശോഭണം ഏണാങ്കശേഖരൻ തന്നാണ് നിർണയം. 4 കൂട്ടത്തോടുമിത്തം നിയോഗിച്ചു കാലമേ പോയാലുമെന്നയച്ചിടിനാൻ. രാഘവൻ തന്നെ തൊഴുതു തിരികെ ചെന്നു ഭാഗവതോത്തമനോമിരുന്നിടിനാൻ. ഇത്തം കവികൾ പുറപ്പെട്ട നേരത്തു തൊഴുതിതു വായുതനയനും. അപ്പോൾ അവനെ പേരെ വിളിച്ചാതരാൽ അത്ഭുത വിക്രമൻ താനരുൾ ചെയ്തു. മാനസേ വിശ്വാസമുണ്ടാവതിന്നു നീ ജാനകി കയ്യിൽ കൊടുത്തിടിതു സഖേ. അങ്കുലീയകം ഭാമിനിക്കുള്ളിൽ വികൽപ്പം കളവാനായി. എന്നുടെ കാര്യത്തിനോർക്കിൽ പ്രമാണം നീ എന്നിയെ മറ്റാരുമില്ലെന്നു നിർണയം. പിന്നെ അടയാള വാക്കുമരുൾ ചെയ്തു മന്നവൻ എന്നെ അയച്ചിടിനാൻ. ലക്ഷ്മി ാകിയ സീതയാം പത്രാക്ഷിയെ കൊണ്ടുപോയൊരു രക്ഷോവരനായ രാവണൻ വാഴുന്ന ദക്ഷിണ ദിക്കു നോക്കി കവി സഞ്ചയം. ലക്ഷവും വിത്രാരിപുത്രതനയനും പുഷ്കര നീലനും പുഷ്കര ബാന്ധവ ശിഷ്യനും മറ്റുള്ള മർക്കട സേനാപതികളുമായി ദ്രുതം നാനാനഗര ഗ്രാമദേശങ്ങൾ കാനന രാജയിലും തഥാ തത്രൈവ തിരഞ്ഞതി സത്വരം നീളെ നടക്കും ദശാന്തരേ. ഗന്ധവാഹാത്മജനാദികളൊക്കവേ വിന്ധ്യാചലാടവി പൊക്കു തിരയുമ്പോൾ ഘോരമൃഗങ്ങളെയും കൊന്നു തിന്നതി ക്രൂരനായോരു നിശാചര വീരനെ കണ്ടു. വേഗത്തോടടുത്താരിദൂദശ ഖണ്ഡനെന്നോർത്തു കപിവരന്മാരെല്ലാം. നിഷ്ഠൂരമായുള്ള മുഷ്ടിപ്രഹാരേണ ദുഷ്ടനെ പെട്ടെന്ന് നഷ്ടമാക്കിയിടിനാൻ. മുഖനല്ലിവനെന്നു മാനസേ ചിന്തിച്ചു വേഗേന പോയവർ. അല്ലിവനെന്നു മാനസേ ചിന്തിച്ചു
വേഗേന സ്വയം അന്ധകാരാരണ്യമാശു പൂക്കീടിനാനന്തരാദാഹവും വർദ്ധിച്ചിതേറ്റവും ശുഷ്കകണ്ഠോഷ്ടതാലു പ്രദേശത്തോടും മർക്കര ഉണങ്ങി വരണ്ടൊരു ജിഹ്വയോടും നടക്കുന്ന നീരത്തൊരു ഗഹ്വരം തത്ര കാണായി വിധിവശാൽ വല്ലീ തൃണഗണച്ഛന്നമായോന്നതി ഇല്ലയല്ലീ ജലമെന്നോർത്തു നിൽക്കുമ്പോൾ ആദ്രപക്ഷക്രൗഞ്ചഹംസാദീർദ്ധദേശേ പറന്നാരതിന്നുടൻ പക്ഷങ്ങളിൽ നിന്നു വീണു ജലഗണം മർക്കടന്മാരുമതു കണ്ടു കൽപ്പിച്ചർ നല്ല ജലമതിലുണ്ടെന്നോ നിർണയമെല്ലാവരും നാം അതിലിറങ്ങിയിടുക എന്നു പറഞ്ഞൊരു നേരത്തു മാരുതി മുന്നിലിറങ്ങിനാൻ മറ്റുള്ളവർകളും തന്നിലിറങ്ങി നടക്കുമ്പോൾ കണ്ണു കാണാഞ്ഞിതിരിട്ടുകൊണ്ടന്നേരം അന്യോന്യമൊത്തു കയ്യും പിടിച്ചാകുലാൽ ഖിന്നതയോടും നടന്നു പോയി ചെന്നാരതീവ ദൂരം തത്ര കണ്ടിതു മുന്നിലമ്മാരതി ധന്യദേശസ്ഥലം സ്വർണമയം മനോമോഹനം കാൺമവർ കണ്ണിനുമേറ്റമാനന്ദകരം പരം വാപികളുണ്ടോ മണിമയ വാരിയാലാപൂർണകളായ ദീവ വിശദമായി കണ്ണിനുമേറ്റമാനന്ദകരം പരം വാപികളുണ്ടോ മണിമയ വാരിയാലാപൂർണകളായ ദീവ വിശദമായി പക്വഫലങ്ങളാൽ നമ്രങ്ങളായുള്ള വൃക്ഷങ്ങളുണ്ടു കൽപ്പദ്രുമതുല്യമായി പീയൂഷ സാമ്യ മധുദ്രോണ സംയുത സന്നിഹിതങ്ങൾ സാമ്യ മധുദ്രോണ സംയുത ഭക്ഷ്യാന സഹിതങ്ങളായുള്ള വസ്ത്രങ്ങളുണ്ടു പലതരം തത്രേവ വസ്ത്രരത്നാദീപങ്ങളായി മാനസമോഹനമായ ദിവ്യസ്ഥലം മാനുഷവർജിതം ദേവഗേഹോപമം തത്ര ഗേഹേ മണികാഞ്ചനാഭിഷ്ടരേ ചിത്രാകൃതി പൂണ്ടു കണ്ടാരൊരുത്തിയെ യോഗം ധരിച്ചു ജഡാവൽക്കലം പൂണ്ടു യോഗിനി നിശ്ചല ധ്യാന നിരതയായി പാവക ജ്വാലാസമാഭ കലർന്നതി പാവനയായ മഹാഭാഗയെ കണ്ടു തൽക്ഷണേ സന്തോഷപൂർണ മനസ്സോടു പൂണ്ടു വണങ്ങിനാർ ശാലാമൃഗങ്ങളെ കണ്ടു മോദം യോഗിനി താനും അവരോട് ചൊല്ലിനാൻ നിങ്ങളാരാകുന്നതെന്നു പറയണം ഇങ്ങു വന്നിടുവാൻ മൂലവും ചൊല്ലണം എങ്ങനെ മാർഗമറിഞ്ഞവരെന്നതു എങ്ങനെ പോകുന്നതെന്നും പറയണം എന്നിവ കേട്ടൊരു വായുതനയനും നന്നായി വണങ്ങി വിനീതനായി ചൊല്ലിനാൻ വൃത്താന്തമൊക്കവേ കേട്ടാലുമെങ്കിലോ സത്യമൊഴിഞ്ഞു പറയാ മാറില്ല ഞാൻ ഉത്തര കോസലത്തിൽ അയോധ്യ എന്നുത്തമമായുണ്ടൊരു പുരി തത്രൈവമാണു ദശരഥനാനൃപൻ പുത്രരുമുണ്ടായി ചമഞ്ഞിതു 4 പേർ നാരായണ സമൻ ജ്യേഷ്ഠന്നവർകളിൽ ശ്രീരാമനാകുന്നതെന്നോമറിഞ്ഞാലും താതാജ്ഞയാ വാനവാസാർത്ഥമായവൻ ഭ്രാതാവിനോടും ജനകാത്മജയായ സീതയാം പത്നിയോടും വിപിനസ്ഥലേ
മോദേന വാഴുന്ന കാലമൊരു ദിനം ദുഷ്ടനായുള്ളത് ശാസ്യ നിശാചരൻ കട്ടുകൊണ്ടാശു പോയിടിനാൻ പത്നിയെ. രാമനും ലക്ഷ്മണനുമാകൂ മനോജനും ഭാമിനി തന്നെ തിരഞ്ഞു നടക്കുമ്പോൾ അർക്കാത്മജനായ സുഗ്രീവനെ കണ്ടു സഖ്യവും ചെയ്തിതു തമ്മിൽ അന്യോന്യമായി. എന്നതിനഗ്രജനാകിയ ബാലിയെ കൊന്നു. സുഗ്രീവനെ രാജ്യവും നൽകിനാൻ ശ്രീരാമനോമതിർ കാരമായാരാനു സീതയെ കണ്ടു വരികന്നു. വാനര നായകനായ സുഗ്രീവനും വാനരന്മാരെ അയച്ചിതെല്ലാടവും ദിക്കിൽ അന്വേഷിപ്പതിനൊരു ലക്ഷം കപീവരന്മാരുണ്ടു. ഞങ്ങളും ദാഹം ജലകാംക്ഷ വന്നു മോഹേനഗരം പൊക്കിതറിയാതെ. ദൈവവശാലിവിടെ പോന്നു വന്നിഹ ദേവിയെ കാണായതും ഭാഗ്യമെത്രയും. ആരെന്നതും ഞങ്ങളേതും അറിഞ്ഞില്ല, നേരെ അരുൾ ചെയ്യുക വേണമെന്നതും ശുഭേ. യോഗിനി താനും അതു കേട്ടവരോടു വേഗേന മന്ദസ്മിതം പൂണ്ടു ചൊല്ലിനാൾ. പക്വമൂലജാലങ്ങളൊക്കവേ ഭക്ഷിച്ചു മൃതപാനം ചെയ്തു തൃപ്തരായി. ബുദ്ധി തെളിഞ്ഞു വരുവിനെന്നാൽ മമ വൃത്താന്തമാദിയെ ചൊല്ലിത്തരുവൻ ഞാൻ. എന്നതു കേട്ടവർ മൂലഫലങ്ങളും നന്നായി ഭുജിച്ചു മധുപാനവും ചെയ്തു. ചിത്തം തെളിഞ്ഞു ദേവി സമീപം പൊക്കു ബന്ധാഞ്ജലി പൂണ്ടു നിന്നോരനന്തരം. ചാരുസ്മിത പൂർവമഞ്ജസായോഗിനി മാരുതിയോടു പറഞ്ഞു തുടങ്ങിനാൾ. വിശ്വവിമോഹന ിയ വിശ്വകർമാത്മജ ഹേമാ മനോഹരി നൃത്ത കൊണ്ടു സന്തുഷ്ടനാക്കിനാൾ. മുക്തേന്ദു ശേഖരൻ തന്നെയതു മൂലം ദിവ്യപുരമിതം നൽകിനാനീശ്വരൻ. ദിവ്യ സംവത്സരാണാമയുധായുധം ഉൽസിച്ചാളിക പുരാ തൽസഖി ജ്ഞാനിക നാംന സ്വയം സന്തതം മോക്ഷമപേക്ഷിച്ചിരിപ്പൊരു ഗന്ധർവ സദാ വിഷ്ണു തൽപര. ബ്രഹ്മലോകം പ്രവേശിച്ചിതു ഹേമയും നിർമ്മലഗാത്രയും എന്നോടു ചൊല്ലിനാൻ. സന്തതം നീ തപസ്സും ചെയ്തിരിക്കടോ, ജന്തുക്കളത്ര വരികയുമില്ലല്ലോ. ത്രേതായുഗേ വിഷ്ണു നാരായണൻ ഭുവി ജാതനായിടും ദശരഥ പുത്രനായി. ഭൂപാരനാശനാർത്ഥം വിപിനസ്ഥലേ സഞ്ചരിച്ചിടും ദശാന്തരേ. ശ്രീരാമ പത്നിയെ കട്ടുകൊള്ളൂ മതിക്രൂരനായിടും ദശാനനക്കാലം. ജാനകി ദേവിയെ അന്വേഷണത്തിനായി വാനരന്മാർ വരും നിൻ ഗുഹാമന്ദിരേ. സൽക്കരിച്ചിടവരെ പ്രീതി പൂണ്ടു നീ മർക്കടന്മാർക്കു ചെയ്തു പോയി. ശ്രീരാമദേവനെ കണ്ടു വണങ്ങുക, നാരായണ സ്വാമി തന്നെ രഘുത്തമൻ. ഭക്ത്യാ പരനെ സ്തുതിച്ചാൽ വരും തവ മുക്തിപദം യോഗിഗമ്യം സനാതനം. ആകയാൽ ഞാനിനി ശ്രീരാമദേവനെ വേഗേന കാൺമതിനായി കൊണ്ടുപോകുന്നു. നിങ്ങളെ നേരെ പെരുവഴി കൂട്ടു, നിങ്ങളെല്ലാവരും കണ്ണടച്ചിടുവിൻ. ചിത്തം തെളിഞ്ഞവർ കണ്ണടച്ചിടിനാൾ. സത്വരം പൂർവസ്ഥിതാടവേ ചിത്രം വിചിത്രമെന്നോർത്തവർ പദ്ധതിയോടെ നടന്നു തുടങ്ങിനാർ. സ്വയം പ്രഭാസ്തുതി. യോഗിനിയും
ഗുഹാവാസമുപേക്ഷിച്ചു യോഗേശ സന്നിധി പൂക്കാളതിദ്രുതം ലക്ഷ്മീഗ്രീവസേവിതനാകിയ ലക്ഷ്മി കണ്ടു കൃത്വാ പ്രദക്ഷിണം ഭക്ത്യാ സഗദ്ഗതം രോമാഞ്ച സംയുത നത്വാ മുഹുർമുഹുസ്തുത്വാ ബഹുവിധം ദാസീതവാഹം രഘുപതേ രാജേന്ദ്ര വാസുദേവ പ്രഭോ നാമ ദയാനിധേ കാൺമതിനായി കൊണ്ടുവന്നേനിവിടെ ഞാൻ സാധ്യമില്ലാതെ ജഗത്പതേ പതേ ഞാനനേകായിരം സംവത്സരം തവ നിത്യം പീഡിനേൻ ത്വദ്രൂപ സന്ദർശനാർത്ഥം തപോബലമധ്യേവനോനം അത്യനായൊരു നമസ്യാമി വേദ്യനല്ലാരാലുമേ നിർണയം അന്തർബഹിസ്ഥിതം സർവഭൂഷുഭി സന്തമലക്ഷ്യമാത്യന്തഹീനം പരം മായായമനികാശ്ചന്നനായി വാഴുന്ന മായാമയനായ മാനുഷ വിഗ്രഹൻ അജ്ഞാനികളാലറിഞ്ഞുകൂടാതൊരു വിജ്ഞാനമൂർത്തിയല്ലോ കേവലം ഭാഗവതന്മാർക്കു ഭക്തിയോഗാർത്ഥമായി മുഖ്യമരൗഖമർത്ഥിക്കയാൽ ഭൂമിയിൽ വന്നവതീർണനാം നാഥനെ താമസിയാതെ ഞാൻ എന്തെന്നറിയുന്നതും സച്ചിന്മയം തവ തത്വം ജഗത്രയെ കശ്ചിൽ പുനരേയം രൂപം തവേദം സദാ മാനസേ താപസാന്തസ്ഥിതം തപത്രയാഭകം നാരായണ തവ ശ്രീപാദദർശനം ശ്രീരാമമോക്ഷൈക ദർശനം കേവലം ജന്മ മരണനാമദർശനം സന്മാർഗദർശനം വേദാന്തദർശനം പുത്രകളത്ര മിത്രാർത്ഥ വിഭൂതി കൊണ്ടെത്രയും ദർഭിതരായുള്ള മാനുഷർ രാമരാമേതി ജപില്ലെന്നുമേ രാമനാമം മേ ജപിക്കാൽ വരേണമേ നിത്യം നിവൃത്ത ഗുണത്രയ മാർഗായ നിത്യായ നിഷ്കഞ്ചനാർത്ഥായ തേ നമ സ്വാത്മായ നിർഗുണായ ത്രിഗുണാത്മനി സീതാഭിരാമായ തേ നമ വേദാത്മകം കാമരൂപീശാന ആദിമധ്യാന്ത വിവർജിതം സർവത്ര മന്യേ സമം ചരന്തം പുരുഷം പരം നിന്നെ നിനക്കൊഴിഞ്ഞാർക്കുമറിഞ്ഞിടാവൂ മർത്യവിടംബനം ദേവതേ ചേഷ്ടിതം ചിത്തേ നിരൂപിക്കിലെന്തറിയാവതും ത്വന്മായയാ മാക്കൾ കാണുന്നു ചിന്മയനായ ബഹുവിധം ജന്മവും കർത്തൃത്വവും ചെറുതില്ലാതെ നിർമ്മലാത്മാവാം അവസ്ഥാന്തരേ തീവ്രതിരക്മനുജാതികളിൽ ജനിച്ചേവമാദ്യങ്ങളാം കർമ്മങ്ങൾ ചെയ്വതും നിൻമഹാമായ വിടംബനം നിർണയം കൽമഷഹീന കരുണാനിധേ വിഭോ മേദിനി തന്നിൽ വിചിത്രവേടും ജാതനായി കർമ്മങ്ങൾ ചെയ്യുന്നതും ഭവാൻ ഭക്തരായുള്ള ജനങ്ങൾക്കു നിത്യവും തൊൽക്കഥാപാന സിദ്ധിക്കുന്നതു ചിലർ മറ്റു ചിലരിക ചൊല്ലുന്നിതു കോസല ഭൂപതി തന്നെ ഘോര തപോബല സിദ്ധയെ നിർണയമെന്നു ചിലർ മാനനായിട്ടിഹ മൈഥിലി സിദ്ധിക്കുന്നിതു ചിലർ സൃഷ്ടാവു താനപേക്ഷിക്കയാൽ വന്നിഹ ദുഷ്ടനിശാചര വംശമടുക്കു
മർത്യനായി വന്നു പിറന്നിതു നിർണയം പൃഥ്വിയിലെന്നു ചിലർ പറയുന്നിതു. പുത്രനായി വന്നു ഇതു ഭൂഭാരനാശനത്തിനെന്നിതു ചിലർ. ധർമ്മത്തെ രക്ഷിക്ക ധർമ്മത്തെ നീക്കുവാൻ കർമ്മസാക്ഷി കുലത്തിങ്കൽ ിതു ദേവശത്രുക്കളെ നിഗ്രഹിച്ചൻ അൻപോടു ദേവകളെ കൊള്ളുവാൻ എന്നു ചൊല്ലുന്നിതു ദിവ്യമുനീജനമൊന്നും തിരിച്ചറിയാവതുമല്ലമേ. യാതൊരുത്തൻ തൊൽക്കഥകൾ ചൊല്ലുന്നതു ആദരവോടു കേൾക്കുന്നതും നിത്യമായി നൂനം ഭവാർണവത്തെ കടന്നിടുവോൻ കാണാമവനു നിൻ ഖേരുഹം. തൊന്മഹാമായ ഗുണബന്ധയാകയാൽ ചിന്മയമായ ഭവൽ സ്വരൂപത്തെ ഞാൻ എങ്ങിനെയുള്ള വണ്ണമറിഞ്ഞിടുന്നതെങ്ങനെ ചൊല്ലി സ്തുതിക്കുന്നതുമഹം. ശ്യാമളം കോമളം ബാണധനുർധരം രാമം സഹോദര സേവിതം രാഘവം സുഗ്രീവമുഖ്യ കപികുല സേവിതം അഗ്രേ നമസ്യാമി സാമ്പ്രതം. രാമായ രാമഭദ്രായ നമോ നമോ രാമചന്ദ്രായ നമസ്തേ നമോ നമ. ഇങ്ങനെ ചൊല്ലി സ്വയം പ്രഭയും വീണു മംഗളവാച നമസ്കരിച്ചിടിനാൾ. മുക്തിപ്രദനായ രാമൻ ഭക്തയാം യോഗിനിയോടരുളി ചെയ്തു. സന്തുഷ്ടനായേനഹം തവ ഭക്തി കൊണ്ടെന്തോന്നു മാനസേ കാക്ഷിതം ചൊല്ലു എന്നതു കേട്ടവളും പറഞ്ഞിടിനാൾ. ഇന്നു വന്നു മമ കാക്ഷിതമൊക്കവേ എത്ര കുത്രാപി വസിക്കിലും തൊൽപാദ ഭക്തിക്കിളക്കമുണ്ടാകാതിരിക്കണം. തൊൽപാദ ഭക്തി സംഘം ഉണ്ടാകയും വേണം. പ്രാകൃതന്മാരാം ജനങ്ങളിൽ സംഗമം ഏകദാ സംഭവിച്ചിടായിക മാനസേ. രാമരാമേതി ജപിക്കായി വരേണമേ രാമപാദേ രമിക്കേണമെൻ മാനസം. സീതാസുമിത്രാത്മജാന്വിതം രാഘവം പീതവസ്ത്രം ബാണാസനധരം ചാരോമകൂട കടക കടിസൂത്രഹാര കര ഹാരമകര മണിമയ കുണ്ടലം നോമാങ്കദാദി വിഭൂഷണം ശോഭിത രൂപം വസിക്കമേ മാനസേ. മറ്റെനിക്കേതുമേ വേണ്ടാവരം വിഭോ പറ്റാക ദുസ്സംഗമുള്ളിലൊരിക്കലും. ശ്രീരാമദേവനതു കേട്ടവളോടു ചാരുമന്ദസ്മിതം പൂണ്ടരുളി ചെയ്തു. ഏവം ഭവിക്ക നിനക്കു മഹാഭാഗേ ദേവീ നീ പോക ബദര്യാശ്രമസ്ഥലേ. തത്രൈവ നിത്യമെന്നെ ധ്യാനവും ചെയ്തു മുക്താകളെ പഞ്ചഭൂതാത്മകം ചേരുമെങ്കൽ പരമാത്മനി കേവലേ തീരും ജനന മരണ ദുഃഖങ്ങളും. ശ്രുത്വാ രഘുവാക്യാമൃതം മുദാ ഗത്വാ തദേവ ബദര്യാശ്രമസ്ഥലേ. ശ്രീരാമദേവനെ ഇരുന്നുടൻ നാരായണ പദം പ്രാപിതവ്യയം. ശ്രീരാമദേവനെ ധ്യാനിച്ചിരുന്നുടൻ നാരായണപദം പ്രാപിച്ചിതവ്യയം. സർവത്ര ശ്രീരാമനാമ സങ്കീർത്തനം. സീതായ പതയേ നമഃ. ശ്രീഹരേ നമഃ.